സുഹൃത്തുക്കളെ, ഞാൻ ഒരു കർഷകരുടെ വീട്ടിൽ വന്നപ്പോൾ കണ്ട അത്ഭുതകരമായി ഞെട്ടിക്കുന്ന കാഴ്ച. അതായത് ഒരുപാട് ആയുർവേദക സസ്യങ്ങളാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളും വിശേഷങ്ങളും ആ കർഷക പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അത് കേൾക്കുക. ഇതൊക്കെ എന്താണ്? ഇത് നെൽകൃഷിയാണ് അല്ലേ? കരനെൽകൃഷി. ഈ കരനെൽകൃഷിയാണ് ചെയ്തേക്കുന്നത്. ഇത് നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് ഇത്ര സ്ഥലത്ത് കരനെൽകൃഷി ചെയ്യണത്. 2 ഏക്കറോളം സ്ഥലത്ത് വെട്ടുകല്ലിൻ്റെ ഇതാണ്. അപ്പോൾ ആ വെട്ടുകല്ലിൽ നമ്മൾ റോട്ടോവേറ്റർ പൊടിച്ച് ആദ്യം ഈ ട്രാക്ടർ ഉഴുത് അതിന് ശേഷം റോട്ടോവേറ്റർ പൊടിച്ചിട്ടൊക്കെയാണ് ഈ ജ്യോതി നെല്ലാണ് വിതച്ചേക്കണത്. അപ്പം ഇപ്പം ഒരു 2-3 ആഴ്ചയായി വിതച്ചിട്ട്. അപ്പം ഇങ്ങനെ കാണാവുന്ന രീതിയിൽ അത് അവിടെ തന്നെയുള്ള വളം വലിച്ചിട്ടാണ് ഇത് നിൽക്കുന്നത്. ഇനിയിപ്പോൾ വളമൊക്കെ ഇട്ട് റെഡിയാക്കണം. ഈ കരനെൽ കൃഷിക്ക് വെള്ളം കെട്ടി നിർത്തണമെന്നില്ല. വെള്ളം ആവശ്യത്തിന് നനഞ്ഞാൽ മതി. ഇപ്പം മഴയുള്ള സമയമായ കൊണ്ടാണ് ചെയ്തത്. പണ്ട് പൊടി വിതയ്ക്കുന്ന പോലെ. അപ്പൊ അങ്ങനെ ചെയ്ത് വെച്ചത്. ഇപ്പൊ നല്ല രീതിയിൽ നെല്ലാവും എന്നാണ് പ്രതീക്ഷ. പറിച്ച് നടണം അല്ലേ? വെള്ളമുളകുണ്ട്, വിയറ്റ്നാമേറിൽ ചക്കയുണ്ട്. പ്ലാവിന്റെ അടുത്ത് നോക്കി അവിടെ നേരെ അങ്ങോട്ട് സുരേഷ് കടക്കരി ചെന്ന് ഞാൻ കടക്കാം 8 മാസമായി ആയപ്പോ ചക്ക ഉണ്ടായി. അടിമുടി ചക്കയാണ്. ഇത് വിയറ്റ്നാം എയർലി എന്ന് പറഞ്ഞ എന്നാണ് പ്ലാവ്. ഇത് 1.5 കൊല്ലമായിട്ടുള്ളൂ. ഒരുപാട് ചക്ക ഉണ്ടായി. 1.5 കൊല്ലമായിപ്പോയിരിക്കും ഇതും ചക്കന്. 8 മാസമായിപ്പോയിരിക്കും ചക്ക ഉണ്ടായി. ഇത് ഇങ്ങനെ ചക്ക ഉണ്ടായി തുടങ്ങി കഴിഞ്ഞാൽ ആകെ പ്രശ്നമാണ്. ഇത് അല്ലെങ്കിൽ നമ്മൾ തിന്ന് തീരണ്ടേ? എല്ലാ സമയത്തും ചക്ക അടിപൊളി. എല്ലാ സമയത്തും ചക്കയുണ്ട്. ചക്ക ഇല്ലാത്ത സീസണിൽ. സുഹൃത്തുക്കളെ, ഞാനിവിടെ വന്നത് വെറുതെ ഒരു ആവശ്യത്തിന് വന്നതാണ്. അവിടെ വന്നപ്പോൾ വിചിത്രമായ ചില കൃഷികൾ കണ്ടപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നി. അപ്പോൾ ഞാൻ കരിമഞ്ഞൾ, ആ കൃഷിയുണ്ട്. ആ കൃഷി ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തേണ്ട. അടുത്ത് പോവാം. കരിമഞ്ഞൾ എന്ന് വെച്ച് കഴിഞ്ഞാലേ, കരിമഞ്ഞൾ ഉജാല കളറാണ്. അതാ മഞ്ഞൾ ഉജാല കളറാണ്, നീലയാണ്. അതാണ് ഈ കരിമഞ്ഞൾ. ഇതിങ്ങനെ ഈ ഇപ്പൊ ഇല പൊട്ടണുള്ളൂ. അതുകൊണ്ട് കളർ കാണില്ല, കളർ കുറവാണ്. അപ്പോ ക്യാൻസറിന് മെഡിസിൻ ആണെന്ന് പറഞ്ഞ് സ്കിൻ ക്യാൻസറിനൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോയിരുന്നു. ഇത് എങ്ങനെ വില? 30,000-നാണ് ഞാൻ കൊടുത്തിരുന്നത്. കിലോ 30,000-ന്. ഇതിലും ഭേദം സ്വർണം മേടിക്കുന്നതിലും ലാഭമാണല്ലോ. ഇതൊരു നമ്മുടെ നാട്ടിലിപ്പോ ഏകദേശം എല്ലായിടത്തും ആയി തുടങ്ങിയില്ലേ? ഈ കിലോ 30,000 എന്ന് പറഞ്ഞത് ഉണക്കയ്ക്കാണോ അല്ലെങ്കിൽ പച്ചയ്ക്ക്? ഫ്രഷ് പറിക്കണേ. തമിഴ്നാട്ടിൽ നിന്ന് വരെ വന്ന് കൊണ്ടുപോയി. തമിഴ്നാട്ടിൽ നിന്ന് വരെ ആൾക്കാർ ഇവിടെ വന്ന് മേടിച്ചു കൊണ്ടുപോയിരുന്നു. ഇത് മണ്ണുത്തി നമ്മുടെ ഈ കോളേജിൽ നിന്ന് തന്നെയാണ് എനിക്ക് ഇതിന്റെ വിത്ത് കിട്ടിയത്. നമ്മുടെ വെറ്റിനറി കോളേജിൽ നിന്നാണ് കിട്ടിയത്. വെറ്റിനറി അല്ല, കാർഷിക കോളേജിൽ നിന്ന്, മണ്ണുത്തി കാർഷിക കോളേജിൽ നിന്ന്. ഇതൊക്കെ മറ്റേ പ്ലാവാണ് അല്ലേ? പിന്നെ വേറെ ഏത് മഞ്ഞളുണ്ടെന്നാ പറഞ്ഞേ നീ? കരിമഞ്ഞളും പിന്നെന്തിട്ടാ കസ്തൂരി മഞ്ഞളുണ്ട്. അതും കൂടി പ്രഷർ. ഇതാണ് പൊന്നാങ്കണ്ണി ചീര. അതൊരു കായല തണ്ടോ പൊട്ടിച്ചാൻ. ഈ പൊന്നാങ്കണ്ണി ചീര ഇതാണ്. ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? കണ്ണിന് നമുക്ക് തിമിര ശസ്ത്രക്രിയ വേണ്ട. ഈ സാധനം എന്ത് ചെയ്യണം? ഈ 48 ദിവസം ഒരു പിടി ഒരാൾ കഴിക്കണം. കഴിച്ചാ മതി. കഴിച്ചാ ഇത് ജ്യൂസാക്കിയ സൂപ്പാക്കിയ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഇത് ഇതിന്റെ പേര് പൊന്നാങ്കണ്ണി ചീര. അപ്പൊ ഇത് പൊന്നാക്കുന്നു. പൊന്നാങ്കണ്ണി പകല് നേരത്ത് നക്ഷത്രത്തിന് കാണാന്നാ പറയണത്. അതല്ലേ? അങ്ങനെ കാഴ്ച വരുന്നു അല്ലേ? അപ്പൊ ഇതൊക്കെ എവിടുന്ന കിട്ടിയത്? ഇത് നമുക്ക് കിട്ടിയത് വൈദ്യരി തന്നാണ്. വൈദ്യരിക്ക് ഞാൻ വേറെ ഒരു ഇത് കൊടുത്തു. എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഇത് എക്സ്ചേഞ്ച് ചെയ്താണ്. പിന്നെ ചായമാനസ ചീരയുണ്ട്. അതേതാ? അതെവിടെ? ഇതെന്തുവാന്നാ പറഞ്ഞേ? ഇത് അകത്തിച്ചീര. മഞ്ഞ കളറാണ് ഇതിന്റെ പൂക്കള്. ഇത്
ഇതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ഞങ്ങൾ ഈ കൃഷിയുടെ ക്ലാസ്സിന് പഠിക്കാനൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഈ സാറ് പറഞ്ഞത് ഈ 30 ദിവസം കരിക്കും വെള്ളത്തിൽ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ കഴിച്ചു കഴിഞ്ഞാൽ തൈറോയിഡ് മാറുന്നു. തൈറോയിഡ് മാറും. തൈറോയിഡിന് മെഡിസിനാണ്. ഇതിന്റെ പേരെന്താന്ന് പറഞ്ഞ? അകത്തിച്ചീര. അകത്തിച്ചീര. ആ ആ അപ്പോൾ ഇത് സംഗതി വളരെ നല്ലതാണ്. പിന്നെയും വിശേഷപ്പെട്ട കൃഷി ഏതാന്ന് ഒന്നും കൂടി പറഞ്ഞു തന്നെ. ഇത് നമ്മൾ കൂട്ടാനൊക്കെ ഉപ്പേരിയൊക്കെ കാച്ചുമ്പോ ഇട്ടാലും മതി. വേപ്പില പോലെ ഉപയോഗിക്കാം. ഇതൊക്കെ ഒരുപാട് ഗുണം ഉള്ള ചീരയാണിത്. പ്രോട്ടീനും ഇതൊക്കെ കൂടുതലാണ്. അതല്ലേ അങ്ങനത്തെ ചീര പറഞ്ഞ ശംഖുപുഷ്പം നീല. ശംഖുപുഷ്പം നീല ഡബിൾ പെറ്റലാണെന്ന്. അതായത് ഒരു ഒറ്റതളല്ല. ഇത് ചായ ആക്കാം. ചായയാക്കി ഉണക്കി പൊടിച്ചിട്ടൊക്കെ പുറത്തേക്കൊക്കെ പോണതാണ് ഈ സംഭവം. അതല്ലേ ഇതൊക്കെ ഔഷധങ്ങളാണ്. ഔഷധങ്ങളാണ് ഇത് മൊത്തം. എന്നിട്ട് അതിന്റെ പേരുന്ന് ഞാൻ മറക്കണല്ലോ ദൈവേ. ഡബിൾ പെറ്റൽ ശംഖുപുഷ്പം. ശംഖുപുഷ്പം. ഇതിന്റെ പ്രത്യേകത കണ്ട ഒരു 5 തളം മണ്ണായി. അടിപൊളി. ഇതൊക്കെ പനിക്കൂർക്കല്ലേ? മിക്കവാറും ഔഷധ ചെടികളാണ് ഇവിടെ കൂടുതൽ. ഔഷധ തോട്ടമുണ്ട്. പിന്നെ കറ്റാർവാഴ. ആ കറ്റാർവാഴയൊക്കെ അതല്ലേ. ഷുഗർ തന്നെ താഴണവര് കഴിച്ചു കഴിഞ്ഞാൽ അത് മരണം വരെ സംഭവിക്കാം എന്നാണ് പറയുന്നത്. തന്നെ താഴും. ചിലർക്ക് കുറയും. ഈ കുറയാതെ സ്റ്റേണായി നിന്ന് മരുന്ന് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതെങ്ങനെ ഈ സാധനം മാത്രം മതി. ഇത് 7 എണ്ണം എടുത്തിട്ട് അരച്ച് വെറും വയറ്റിൽ കഴിക്കണം. പട്ടിങ്ങൾ വേണ്ട. ഈ ഇതാണ് മുക്കുറ്റി. അതായത് ദശപുഷ്പത്തിലുള്ള സംഭവമാണ്. നമുക്ക് ഈ ദശപുഷ്പം എന്ന് പറഞ്ഞാൽ ദശപുഷ്പം എന്ന് പറയുന്നത് ഈ മുക്കുറ്റി, തിരുതാളി, അങ്ങനെ 10 പുഷ്പങ്ങളുണ്ട്. അത് എല്ലാനും കൂടെ ഉണ്ട്. ദശപുഷ്പം. അപ്പം എല്ലാം കൊണ്ടും ഐശ്വര്യം നിറഞ്ഞ ഒരു സംഭവങ്ങളാണ് ഇവിടെ.